ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോയുടെ ധന്യമായ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഒരിക്കൽ കൂടി വായിക്കാം. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുമില്ല. ക്രിസ്തു പറയും, ഞാനാണ് ജീവൻ്റെ അപ്പം. എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് വിശക്കത്തുമില്ല, ദാഹിക്കത്തുമില്ല. ഞാൻ കത്തി ജ്വലിച്ച് നിൻ്റെ ജീവിതത്തിൽ നിൽക്കും. ഈ ജീവൻ്റെ അപ്പത്തെ അതുപോലെ നീ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നാണ് കർത്താവ് പറയുക. ജീവൻ്റെ അപ്പം, ജീവൻ നൽകുന്ന അപ്പം. പിന്നെ വിശപ്പുമില്ല, ദാഹവുമില്ല. നാളുകൾ എത്രയായി ഈ അപ്പം ഭക്ഷിച്ചുകൊണ്ടുള്ള നിൻ്റെ ജീവിതം? ഒന്ന് വിലയിരുത്തണേ. നിന്നിൽ യഥാർത്ഥത്തിൽ ഈ അപ്പം ജീവൻ ജ്വലിപ്പിക്കുന്നുണ്ടോ? നിൻ്റെ വിശപ്പുകളെയും ദാഹങ്ങളെയും എല്ലാം ഈ അപ്പം മാറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചില വിചിന്തനങ്ങൾ ആവശ്യമാണ്. ജീവൻ്റെ അപ്പത്തെ സ്വീകരിക്കുന്ന നീ ഈ അപ്പത്തോട് കാണിക്കുന്ന സ്നേഹം, ഈ അപ്പത്തോട് കാണിക്കുന്ന ആദരവ്, ഈ അപ്പത്തോട് കാണിക്കുന്ന ബന്ധം, ഏതൊരു ഭക്ഷണ സാധനവും അതിനോട് കാണിക്കുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മളിൽ പ്രവർത്തിക്കത്തുള്ളൂ. ഈ ജീവൻ്റെ അപ്പം നിന്നെ പ്രവർത്തിക്കണമെങ്കിൽ ആ അപ്പത്തോട് നിനക്കൊരു ബന്ധം ഉണ്ടാകണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ അപ്പമായ നിന്നെ ആഴമേറിയ ബോധ്യത്തോടു കൂടി സ്വീകരിക്കുവാൻ ഈ വ്യക്തിക്ക് ഇടവരട്ടെ. ഈ ദിവസത്തിന് വേണ്ടത് കൃപകളും നന്മകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ